യുവതി കിടപ്പുമുറിയിൽ തൂങ്ങിമരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ ബന്ധുക്കൾ മൊഴി നൽകി. എറിയാട് യുവസാർ പാലമുറ്റം കോളനിയിൽ വാക്കാശ്ശേരി രതീഷിന്റെ ഭാര്യ ഷിനിയാണ് വ്യാഴാഴ്ച മരിച്ചത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ കളക്ഷൻ ഏജന്റുമാർ ഒന്നിച്ചെത്തി തിരിച്ചടവ് തുകയ്ക്കായി സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് ഷിനി ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇസാഫ്, IDFC, മാക്സ് വാല്യൂ എന്നീ ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏജന്റുമാരാണ് ഷിനിയെ തേടിയെത്തിയത്. വ്യാഴാഴ്ച ഉച്ചയോടെ എത്തിയ കളക്ഷൻ ഏജന്റുമാരുടെ സമ്മർദ്ദം സഹിക്കാതെ ഷിനി കിടപ്പുമുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. വീട്ടുകാരും അയൽവാസികളും ചേർന്ന് വാതിൽ പൊളിച്ചപ്പോൾ സീലിംഗ് ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ഉടൻ തന്നെ ഷിനിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ മരണമടയുകയായിരുന്നു. വായ്പാ തുക തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വന്നതിനെ തുടർന്ന് പണമിടപാട് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഷിനിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നതായി ഭർത്താവ് രതീഷ് കുറ്റപ്പെടുത്തി. ഷിനി ജോലി ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിലും ഇവർ പണം ആവശ്യപ്പെട്ട് പലതവണ എത്തിയിരുന്നു. ഈ സംഭവവും ഷിനിയെ മാനസികമായി തളർത്തിയിരുന്നു. തന്റെ പേരിലുള്ള വായ്പയെ ചൊല്ലിയാണ് പണമിടപാട് സ്ഥാപനക്കാർ ഷിനിയെ ശല്യപ്പെടുത്തിയിരുന്നതെന്നും ഭർത്താവ് രതീഷ് പറഞ്ഞു. ഇങ്ങനെ 2-3 പേര് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് IDFC ബാങ്കിൽ നിന്നുള്ളൊരു ആൾക്കാർ, പിന്നെ മാക്സ് വാല്യൂ 2 വീലർ ലോണിൻ്റെ ആൾക്കാർ, പിന്നെ വന്നത് സ്റ്റാഫ് പോലത്തെ ഇതുണ്ട് മൈക്രോ ഫിനാൻസ്, അതിൽ നിന്നാണ് വന്നത്. സമയത്ത് വൈഫിനെ വിളിച്ചിട്ട് പറയണേ ഇങ്ങനെ 3 ആൾക്കാരോട് ഒന്നിച്ച് വന്നിട്ടുണ്ട്, ഞാൻ ഒറ്റക്കായി പോയല്ല, നിങ്ങൾ ജോലിക്ക് പോയേക്കണല്ല. ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒറ്റക്കായാലും അച്ഛനുണ്ടല്ല, നമുക്ക് ഡീൽ ചെയ്ത് പറഞ്ഞു വിടാം, പോയില്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ എന്നുള്ള ഒരു ധാരയിൽ ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാരൊന്നുമല്ല, പറഞ്ഞാൽ പോകണേണ്, കുറച്ചേരം ഇരിക്കുമെങ്കിലും. പക്ഷേ മുൻകൂട്ടി അവർ വന്ന് നിശ്ചയിച്ച പോലെ കാശായിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ് ഇസാഫിലത്തെ ആ മേഡം, എനിക്ക് കണ്ടാലറിയില്ല, അവർ പറഞ്ഞത് കാശ് തന്നിട്ട് പോകുള്ളൂ, ഒരു ബില്ല് ചെയ്തിട്ടുണ്ട് അവർ, ആരാണ്ടിക്കിനെ കയ്യിൽ നിന്ന് എടുത്ത് അടച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ജോലി സ്ഥലത്ത് നിന്ന് ആരാണ്ടിക്കിനെ കയ്യിൽ നിന്നാണ് അടച്ചാക്കണത്. അത് മേടിച്ചിട്ട് ഞങ്ങൾ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ അകത്തോട്ട്, അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അറിയണത് വീടിൻ്റെ അകത്തോട്ട് ഇവർ കയറാനുള്ള, അതായത് ഇവർ അകത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ പുറകെ കയറാനുള്ളൊരു ഇത് കാണിച്ച്. അപ്പോൾ അച്ഛൻ അത് തടഞ്ഞ കാരണം ഇവർ വാതിലടച്ച് കുറ്റിയിട്ടെന്നാണ് പറയണത്. അത് കഴിഞ്ഞ് ഈ കുറ്റിയിടുന്നതിന് മുമ്പ് ഈ അകത്ത് പ്രശ്നങ്ങൾ നടക്കണേക്ക് വിളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞേ, ആ വണ്ടിയുടെ ചെക്കൻ വന്നേക്കുന്ന ആൾക്കാരോട് പറഞ്ഞ് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടാനുണ്ട്, ഇവരെത്ര നിങ്ങൾക്ക് തരാണ്ട്. അപ്പോൾ എൻ്റെ വൈഫ് ചോദിച്ചു, ഇവനെന്തിനാണ് നമ്മുടെ ലോണിൻ്റെ കാര്യം, നമ്മൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇവൻ എല്ലാവരോടും ചോദിക്കണം എന്തിനാണ്, നമ്മൾ പല ആൾക്കാരും പൈസ എടുക്കും, അത് ഇവനെ അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇവൻ അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ വൈഫിന് ആ വിഷമം പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം എന്ന് പറയും. ഈ പറഞ്ഞവൻ ഒരു കഴിഞ്ഞ മാസം ഇതുപോലെ ഡിലേ വന്നപ്പോൾ വൈഫിൻ്റെ ജോലി സ്ഥലത്ത് നിന്നുണ്ടായിരുന്നു. അതിക്കും ഒരു മാസം ഡിലേ ആകാറുണ്ട്, നമ്മൾ പറയാനുള്ള ഡിലേ ആകാറുണ്ട്. പക്ഷേ